ഇന്നലെ കൂടുതൽ നടന്നതുകൊണ്ട് കാലിലെ തഴമ്പിന് പണി കിട്ടി. കണ്ടില്ലേ കാലിലെ തഴമ്പിൽ ഒരു കുരു പൊങ്ങിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കുരു വരും. അപ്പോൾ എനിക്ക് ഈ ചെരുപ്പ് ഇടാൻ പറ്റില്ല. ഇതിനകത്തേക്ക് കാലിട്ടാൽ അതിനകത്തുള്ള ചൂടും അതുപോലെ അതിനകത്ത് വെച്ച് കുരുവും കൂടി പൊട്ടിയാൽ ഭയങ്കരമായിട്ട് പണി കിട്ടും. ഇങ്ങനത്തെ കുരു വരുമ്പോൾ അത് പൊട്ടുന്നത് വരെ ഞൊണ്ടിയാണ് നടക്കുക. അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ എന്റെ കുറവിനെ പറ്റി മനസ്സിലാക്കുക. ഇന്ന് എന്റെ അവിടെയുള്ള ഒരു ചേച്ചിയുടെ കല്യാണത്തിന്റെ തലേ ദിവസമാണ്. എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ മാത്രം പോകാതെ ഇരിക്കുന്നത് ശരിയല്ല. അപ്പോൾ എനിക്കും അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം ഈ കുരു പൊട്ടിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ചെരുപ്പിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്റെ രണ്ട് കൈകൾ വെച്ച് 2-3 തവണ നന്നായി അമർത്തി. കുരു പൊട്ടുന്നേ ഇല്ല. അങ്ങനെ ടെറസിന്റെ മേലെ നിന്ന് ഒരു തേങ്ങാപ്പൂളിന്റെ പീസ് കിട്ടി. അത് വെച്ച് കുരുവിന്റെ മേലെ നന്നായി കുത്തുകയും അതുപോലെ അമർത്തുകയും ചെയ്തു. കുത്തുമ്പോൾ കുരു ചമ്മി പോകുന്നുണ്ടെങ്കിലും കുരു പൊട്ടി അതിലുള്ള ചലം പുറത്തേക്ക് വരുന്നേ ഇല്ല. അങ്ങനെ കത്തി കൊണ്ടുവന്ന് കുരുവിന്റെ ഭാഗത്ത് മെല്ലെ മെല്ലെ ചെരകി. ഈ കാല് ഇടുന്ന ചെരുപ്പിന്റെ അകത്ത് ഭയങ്കര ചൂടാണ്. കാറ്റ് പോലും അതിന്റെ അകത്തേക്ക് കടക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള തഴമ്പുകളിൽ കുരുവ് ഉണ്ടാകുന്നത്. ഇതുപോലുള്ള സാഹചര്യത്തിൽ എന്റെ അവസാനത്തെ ശ്രമമാണ് ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കൽ. ആദ്യം മെല്ലെ മെല്ലെ തല്ലി, ഇല്ലെങ്കിൽ ഭയങ്കര വേദനയാണ്. അങ്ങനെ മനസ്സിൽ എല്ലാ വേദനയും സങ്കടവും അടക്കി പിടിച്ച് ഒരു തല്ലി തല്ലി. അപ്പോ തന്നെ ചലം തെറിച്ചു. ഒരുപാട് വേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കുണ്ടായ വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു വേദന. അങ്ങനെ ചലം തെറിച്ച ഭാഗവും കൈയും കാലുമൊക്കെ നന്നായി കഴുകി. വേദന മാറാൻ വേണ്ടി ഒന്ന് കിടന്നു നോക്കി. എന്നാൽ കിടക്കാൻ പറ്റുന്നില്ല. ചലം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ കൂടെ വേദനയും. എല്ലാ വേദനയും സഹിച്ച് ഒന്ന് കിടന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചലമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ നന്നായിട്ട് അമർത്തി കളഞ്ഞു. മറ്റുള്ളവർക്ക് എന്റെ വേദന അറിയില്ലല്ലോ. നമ്മൾക്ക് നാം തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം പോകാൻ വേണ്ടി എന്റെ കാലിൽ ചെരുപ്പിട്ടു. കല്യാണ വീട്ടിൽ വേദന സഹിച്ചാണ് നിന്നത്. കൂട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വേദനയൊന്നും അനുഭവപ്പെട്ടില്ല.